ന്യൂസ് പ്ലസ് ചോദിക്കുന്നു, പൂരം അട്ടിമറിക്കാർ ആര്? പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷാണ് അതിഥിയായി ചേരുന്നത്. സ്വാഗതം ശ്രീ ജി രാജേഷ്. ഇരു ദേവസ്വങ്ങളും കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പൂരം അട്ടിമറിക്കാൻ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നു എന്ന മട്ടിൽ. ആരാണ് ശരിക്കും പൂരം അട്ടിമറിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്? തുറന്നു പറയാമോ? അതല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു പുകമറ ഉണ്ടാക്കുകയാകും നിങ്ങൾ ചെയ്യുന്നത്? നമുക്കറിയാം, ഈ ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടുമാണ് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഏതൊരു പൂരത്തിനും. അപ്പോൾ പൂരത്തിൻ്റെ ആന എഴുന്നള്ളിപ്പ് നിർത്താനായിട്ട് പല NGOകളും ഹൈക്കോടതിയിലും അവിടെ ഇവിടെയൊക്കെ പല കേസുകൾ കൊടുത്തു. എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവ് പ്രകാരം ആന എഴുന്നള്ളിപ്പിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ വെടിക്കെട്ടിന്ന് നമുക്കറിയാം, കേരള ഹൈക്കോടതിയിൽ ഇന്ന് VK വെങ്കടാചലം കൊടുത്ത ഒരു റിട്ട് ഇന്ന് കേൾക്കാനിടയായി. അതിൽ അദ്ദേഹം പറയുന്നത് ഈസ് വെരി അഗ്രീഡ് ബൈ ദ സൗണ്ട് ഓഫ് ഫയർ വർക്ക്സ് എന്നാണ്. അദ്ദേഹത്തിനോട് ആരും അവിടെ ചെന്ന് നിൽക്കാൻ പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ വീട് വളരെ ദൂരെയാണ് ഈ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തിൽ നിന്നും. അപ്പോൾ എന്തിനാണ് ഇത്തരം പെറ്റീഷൻസ് ഫയൽ ചെയ്യണേ? അത് ആ ഭാഗത്ത് വീടുകൾ തന്നെ ഇല്ല. ഇതൊക്കെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് നിരന്തരം ഈ ഓരോ കോടതിയിലും ഓരോ കേസ് കൊടുത്ത് ഇതിൻ്റെ നടത്തിപ്പുകാരെയും ഇതിൻ്റെ എല്ലാ ആൾക്കാരെയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഏക ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം ആൾക്കാർ നടത്തുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ മേലിലൊരു എൻക്വയറി നടത്തുന്നത് അനിവാര്യമാണ്. അതെങ്ങനെ സാധ്യമാകും ശ്രീ രാജേഷ്? അദ്ദേഹം അവിടെ പറയുന്നത് ഈ നിയമങ്ങൾ പാലിക്കണം എന്നത് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെതായ ഒരു അജണ്ടയും കോടതിക്ക് മുന്നിൽ വയ്ക്കുന്നില്ല. അപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് ഞങ്ങളിത് പാലിച്ചുകൊള്ളാം എന്ന് സത്യവാങ്മൂലം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു വെങ്കിടാചലത്തെ കുറ്റം പറഞ്ഞാൽ ഒരു വെങ്കിടാചലം അല്ലെങ്കിൽ മറ്റൊരാൾ മറ്റൊരിടത്തുനിന്ന് വരില്ലേ? അല്ല, ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നോയിസ് പൊല്യൂഷൻ ഇതെങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? പണ്ടത്തെ നോക്കുമ്പോൾ അതിൻ്റെ സ്കെയില് 100-ൽ നിന്നും 20-ലേക്ക് അത്ര വരുത്ത് കുറഞ്ഞിട്ടുണ്ട്. 2016 ശേഷം വെടിക്കെട്ടിൻ്റെ തീവ്രത വല്ലാണ്ട് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നത് വെറും അസംബന്ധമാണ്. മാത്രമല്ല, ഇവിടെ പൊട്ടിക്കുന്ന എല്ലാ വെടിക്കോപ്പും പെസോൻ്റെ ശിവകാശിയിലെ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ എത്ര ഡെസിബൽസ് ആണെന്നും അതൊക്കെ രേഖപ്പെടുത്തിയിട്ടും അതനുസരിച്ചാണ് നമുക്ക് അതിനുള്ള അനുവാദം നൽകിയിട്ടുള്ളത്. അതല്ലാണ്ട് നമ്മൾ തോന്നിയ പോലെ തോന്നിയത് ഉണ്ടാക്കണതല്ല. അതായത് കോടതിയിൽ കക്ഷി ചേർന്നിരുന്നില്ലേ ശ്രീ രാജേഷ്? കോടതിയിൽ ദേവസ്വങ്ങൾ കക്ഷി ചേർന്നിരുന്നില്ലേ ഈ കേസിൽ? കക്ഷി ചേർന്നിരുന്നു. പക്ഷേ ഇന്ന് കോടതി പറഞ്ഞിട്ടില്ല എന്താ വെച്ചാൽ യാതൊരു വയലേഷനും ഇല്ലാത്ത കാരണം ഇത് തൽക്കാലം വേണ്ടാന്ന് വെക്കുകയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടിക്ക് വീണ്ടും പിന്നീട് സമീപിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഒരു വയലേഷൻ ഹാസ് നോട്ട് ബീൻ റിപ്പോർട്ടഡ്. പിന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പാലിക്കും എന്ന് പറയുമ്പോൾ? ഇപ്പോൾ ഇന്ന് സംസ്ഥാന സർക്കാർ കൊടുത്ത സത്യവാങ്മൂല പ്രകാരം ആണെങ്കിൽ 6 മണിക്ക് ശേഷമേ വെടിക്കെട്ട് നടത്താൻ പറ്റുകയുള്ളൂ. അത് അംഗീകരിക്കുമോ ദേവസ്വങ്ങൾ? അത് തെറ്റായ ഒരു പ്രചരണമാണ്. രാത്രി 10-ഉം കാലത്ത് 6-ന്റെ ഇടയിൽ ലൗഡ് സ്പീക്കറും മറ്റും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2007 ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം ഫെസ്റ്റിവിറ്റീസ് ക്യാൻ കണ്ടിന്യൂ ആസ് ദെയർ. അതായത് ആചാരപരമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നടന്നു വരുന്ന എല്ലാ ഉത്സവങ്ങളും എങ്ങനെ നടന്നിരുന്നു അതേപോലെ നടത്താം എന്ന് പറഞ്ഞൊരു സുപ്രീം കോടതി ഓർഡറുണ്ട്. അതനുസരിച്ചാണല്ലോ ഇത് എത്രയോ കാലങ്ങളായിട്ട് നടത്തുന്നു. അല്ലാണ്ട് പെട്ടെന്നൊരു ഓർഡറൊന്നും വന്നിട്ടില്ല. ഇതൊക്കെ വെറുതെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. രാത്രി പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഈ ഇപ്പോഴത്തെ സ്ഥിതി 23 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതുവരെയും ADM ഉത്തരവിറക്കിയിട്ടില്ല വെടിക്കെട്ടിനായിട്ട്. ദേവസ്വങ്ങൾക്ക് മുന്നിലുള്ള ഓപ്ഷൻ എന്താണ്? എല്ലാം ശുഭകരമായി നടക്കും എന്ന ശുഭാപ്തി വിശ്വാസം നിങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് തീർച്ചയായിട്ടും ഇവിടുത്തെ നാടിനും ഇവിടുത്തെ നാട്ടുകാർക്കും തൃശ്ശൂർ പൂരവും എല്ലാ പ്രൗഢിയോടും നടക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ഇവിടുത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിത്തരുന്നുള്ള എല്ലാ വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. അതിൽ യാതൊരു ആശങ്കയും ആർക്കും വേണ്ട. അതായത് ദേവസ്വങ്ങൾ അപ്പോൾ ഇനി നിയമ നടപടികളിലേക്ക് പോകുന്നില്ല. ഇപ്പോഴത്തെ ഹൈക്കോടതി വിധിയിൽ അപ്പീൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, സുപ്രീം കോടതിയെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെയാണോ? അല്ല, ഇന്നത്തെ വിധിയിൽ ഒന്നുമില്ല.
അതായത് എന്തെങ്കിലും പൊല്യൂഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ വരാനാണ് വെങ്കടാചലത്തിനോട് കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു വയലേഷൻ ഇത് ഉണ്ടായിട്ടില്ല, രേഖപ്പെടുത്തിയിട്ടുമില്ല. ഈ നിയമങ്ങൾ കൃത്യമായി പാലിക്കും എന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ എങ്ങനെ 6 മണിക്ക് ശേഷം വെടിക്കെട്ട് നടത്താൻ കഴിയും? ആ നിയമത്തിൽ പറയുന്നതനുസരിച്ച് കഴിയുമോ അതിന്? അല്ലല്ല, 6 മണിക്ക് മുമ്പ് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. അല്ല, രാത്രി 10-നും 6-ന്റെ ഇടയിൽ വേണമെങ്കിൽ ആവാം എന്നുള്ളൊരു വിധിയുണ്ട് 2007. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരാം. ഓക്കെ. ഇതിനിടയ്ക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറയുന്നത് കേട്ടു, പീയൂഷ് ഗോയലുമായി ചർച്ച നടത്തുന്നും ഇനി ഈ സമയപരിധി ഒക്കെ രാവിലെ വെടിക്കെട്ട് നടത്താൻ കഴിഞ്ഞു തന്നെ എന്ന് തന്നെ ഇരിക്കട്ടെ, എങ്കിൽ പോലും ഈ ദൂരപരിധി അത് വലിയ വിലങ്ങുതടിയാകില്ലേ? നമുക്ക് ആ സ്വരാജ് ഗ്രൗണ്ടിനകത്ത് നിൽക്കാൻ പറ്റില്ല, റോഡിൽ പോലും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാവും ദൂരപരിധി വന്നാൽ. ഇതൊക്കെ ഞങ്ങൾ 4 ദിവസം മുമ്പ് അളന്നു. അവിടെ വേണമെങ്കിൽ സ്വരാജ് റൗണ്ടിൻ്റെ തെക്ക് വശത്ത് റോട്ടിൽ ഏതാണ്ട് 90% റോട്ടിൽ നിർത്താൻ പറ്റാവുന്നൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. മാഗസിൻ എംറ്റി ആക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വരാജ് റൗണ്ടിൻ്റെ 80 തെക്ക് വശത്ത്, സ്വരാജ് റൗണ്ട് വടക്ക് വശത്തല്ല, തെക്ക് വശത്ത് ഏതാണ്ട് ബാറ്റയും മുനിസിപ്പൽ ഓഫീസിന് ഇടയ്ക്ക് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ആൾക്കാരെ നിർത്താനുള്ളൊരു സാഹചര്യം ഉണ്ട്. പാറമേക്കാവ് ദേവസ്വവും ജില്ലാ ഭരണകൂടവും തമ്മിൽ ഒരുമിച്ച് പോയിട്ട് അളക്കുകയുണ്ടായി. ആ അളന്നതിൻ്റെ തുടർന്നുള്ള തീരുമാനമാണ്. അത് തീരുമാനമായിട്ടില്ല. വേണമെങ്കിൽ മാഗസിൻ എംറ്റി ആണെങ്കിൽ അവിടെ നിർത്താം എന്നുള്ളതാണ് കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞല്ലോ പീയൂഷ് ഗോയലിനെ കാണും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാക്കും എന്നൊക്കെ. അദ്ദേഹം ഇപ്പോൾ അനങ്ങുന്നില്ലേ? അദ്ദേഹം വേണ്ടത് ഒരിക്കൽ ഞങ്ങളെ അവിടെ കൊണ്ടുപോയി പീയൂഷ് ഗോയൽ ആയിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. പിറ്റേ ഒരു ഫുൾ ഡേ അവിടുത്തെ പെസോൻ്റെ സീനിയർ ഒഫീഷ്യൽസായിട്ട് സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ള നിയമക്കുരുക്കളെക്കുറിച്ച് ഞങ്ങൾ പലതരം സംസാരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടെന്നാൽ ഈ അമെൻമെൻറ്റ് വന്നതിൽ പേരൻറ്റ് ആക്ടായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതപ്പോൾ മാറ്റാണ്ട് നിവൃത്തിയില്ല, അത് മാറി തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൂരത്തിന് ഭീഷണിയായിരിക്കുന്നത് പെസോ നിയമത്തിലെ ഭേദഗതികൾ തന്നെയല്ലേ? അതെ. ഒക്ടോബർ 11 കഴിഞ്ഞ കൊല്ലം വന്ന പെസോ അമെൻമെൻ്റാണ് വെടിക്കെട്ടിന് ഒരു ഭീഷണിയായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അത് കേവലം നമ്മൾ അങ്ങനെ വിശ്വാസം എന്ന് പറഞ്ഞതുകൊണ്ടായോ ശ്രീ രാജേഷ്? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ഒന്നുകിൽ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടതോ അതല്ലെങ്കിൽ കേന്ദ്രത്തിന് അതിൽ അമെൻമെന്റ് വരുത്തണമെങ്കിൽ അത് പാർലമെന്റിൽ വരുത്തുകയോ വേണ്ടേ? അതിന് ഇനി സമയമുണ്ടോ? അല്ല, ഈ കണ്ടീഷൻസ് എല്ലാം എനിക്ക് തോന്നുന്നില്ല പാർലമെൻറ്റിൽ വേണമെന്നുള്ളത്. ഇത് കണ്ടീഷൻസാണ്. ആ കണ്ടീഷൻസ് എനിക്ക് തോന്നുന്നത് അത് ഇവർക്ക് തന്നെ ചെയ്യാൻ സാധിക്കും. മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ കേരള ഹൈക്കോടതിയിൽ പോയിട്ട് നമ്മുടെ ഈയിടെ അടുത്ത് മറ്റേ ഞങ്ങളുടെ ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു ജനുവരി ആദ്യ കാലത്ത്. ആ ഫെസ്റ്റിവലിന് ഞങ്ങൾ പറഞ്ഞു ഈ പുതിയ വന്ന നിയമങ്ങളിൽ യാതൊരു ലോജിക്കോ റാഷണലോ ഇല്ല. അപ്പോൾ അതിനെ ബഹുമാനപ്പെട്ട കോടതി അത് അംഗീകരിക്കുകയും മാഗസിൻ എംറ്റി ആയിട്ട് വെക്കുകയാണെങ്കിൽ ആ ദൂരപരിധി കൺസിഡർ ചെയ്യണ്ട എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഓർഡറാണ് വേലയ്ക്കിട്ടത്. അതനുസരിച്ച് വേലയ്ക്ക് ഞങ്ങൾ ജാനുവരി 4-ാം തീയതി തോന്നുന്നു, മറ്റേ തിരുവമ്പാടിയും ജാനുവരി 5-ാം തീയതി 6-ാം തീയതി ആയിരുന്നു. ഈ 2 വേലകൾക്കും വെടിക്കെട്ട് തേക്കുംകാട് മൈതാനത്തിൽ വെച്ച് നടത്തുകയുണ്ടായി. അപ്പോൾ അതേ ഒരു ഫോർമുല വെച്ച് പൂരത്തിനും എന്തുകൊണ്ട് നടന്നുകൂടാ? അപ്പോൾ ആ ഒരു പ്ലാൻ ബി ഉണ്ട് അവിടെ ഇപ്പോഴും. പ്ലാൻ എ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് റൂൾസ് റിലാക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഡിഫർ ചെയ്യുക ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ദി അത് ഡിഫർ ചെയ്യുക. അല്ലെങ്കിൽ ഞങ്ങളുടെ പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ മാഗസിൻ എംറ്റി ആക്കി വെച്ചിട്ട് ആ ദൂരപരിധി കൺസിഡർ ചെയ്യാണ്ടിരിക്കുക. ഏതായാലും ഇപ്പോഴത്തെ ഹൈക്കോടതി നിർദ്ദേശത്തിൻ്റെയോ വിധിയുടെയോ പശ്ചാത്തലത്തിൽ തുടർ നടപടികളിലേക്ക് ഹൈക്കോടതിയിൽ പോകുന്നില്ല ദേവസ്വങ്ങൾ. മാത്രമല്ല സുപ്രീം കോടതിയെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് തന്നെയല്ലേ ഇതിനകത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വേണ്ട ഇളവുകൾ ചെയ്യുമെന്ന പ്രതീക്ഷയിന്മേലാണുള്ളത് ദേവസ്വങ്ങൾ? അത് തന്നെയല്ലേ സ്റ്റാൻഡ്? അതുതന്നെയാണ് സ്റ്റാൻഡ്. മാത്രമല്ല ഇന്നത്തെ വിധിയിൽ ഒന്നുമില്ല. ഇന്നത്തെ വിധിയിൽ പറഞ്ഞാൽ ഇനി എന്തെങ്കിലും
ഒരു വയലേഷനും ഇല്ലാണ്ട് വയലേഷൻ ഞാൻ പ്രതീക്ഷിക്കണമെന്നും പറഞ്ഞ ഒരാൾ കോടതിയിൽ പോയാൽ കോടതിക്ക് എന്താ പറയാൻ പറ്റുക? ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് എന്തെങ്കിലും വയലേഷൻ ഉണ്ടായാൽ അപ്പോൾ കോടതിയെ സമീപിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആ ജഡ്ജ്മെൻറ്റ് ഇപ്പോൾ കാണുകയുണ്ടായി. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഒന്നുമില്ല, ആകെ 5 ലൈനേ ഉള്ളൂ. നന്ദി ശ്രീ ജി രാജേഷ്, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും ശുഭപ്രതീക്ഷയിലാണ് ദേവസ്വങ്ങൾ ഉള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വേണ്ട ഇളവുകൾ ചെയ്യും എന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് അവർ ഉള്ളത്. ആ നിലപാടാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്.